ഈ ആഴ്ചത്തെ പവർ ഷോപ്പിംഗ് ആയിരുന്നു ഇപ്പോ ലൈവില്. ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞു പവർ ടീമിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാനാണ് ഈ ഐറ്റംസ് എന്ന. പക്ഷെ റസ്മിനും അർജുനും കൂടി നമ്മുടെ ജിൻഡോനെ സൈഡ് ആക്കുന്ന കാഴ്ചയാണ് ആ ഒരു പവർ ഷോപ്പിംഗിന്റെ സമയത്ത് കണ്ടത്, സാധനങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത്. അത് കണ്ടപ്പോ എനിക്ക് എന്തോ ചൊറിഞ്ഞു വന്നു. കാരണം ജിൻഡോയ്ക്ക് പവർ ടീമിന്റേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഇവര് നിഷേധിക്കുകയാണ്. ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിമേ അല്ല റസ്മിനും അർജുനും കൂടി ഈ ഒരു പവർ ടീമിൽ കയറിയതിനു ശേഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പവർ ഷോപ്പിംഗിൽ ജിൻഡോയ്ക്ക് എപ്പോഴും മുൻഗണന കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജിൻഡോയോട് ഒന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യാം എന്താണ് ജിൻഡോയ്ക്ക് വേണ്ടത് എന്ന്. ആ ഒരു ബേസിക് മര്യാദ പോലും റസ്മിൻ ചെയ്യുന്നില്ല. പവർ ടീമിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്തിട്ട് വേണം പ്രജകളോട് റെസ്പെക്ട് കാണിക്കാൻ. റസ്മിനാണെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഇല്ല, അത് പോട്ടെ എന്ന് വെക്കാം. മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല പവർ ടീമിലുള്ളവരോട്, പിന്നെ അവിടെ ഉള്ളവരോട് റെസ്പെക്റ്റേ ഇല്ല. ജിൻഡോ പിന്നെ ഇങ്ങനെയുള്ള മര്യാദ എന്ന് റസ്മിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നെങ്കിലും വെക്കാം. അതാണ് കുറച്ചു മുമ്പ് ജിൻഡോ ജാസ്മിനോട് പറഞ്ഞത്, ഞാൻ ഇനി പവർ ടീമിലേക്ക് ഇല്ലെന്ന് ബിഗ് ബോസിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു എന്ന്. പിന്നെ ഈ പറഞ്ഞത് അമ്മേനെ ആണയിട്ടൊക്കെ പുള്ളി പറയുന്നുണ്ട്. ജാസ്മിനോട് അത് പറയുന്നുണ്ട്. ജാസ്മിൻ അത് കേട്ട് നിൽക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് മടുത്തു, സൈ കേട്ടു രശ്മിന്റെയും അർജുന്റെയും ഈ ഒരു അവഗണനയും മാറ്റി നിർത്തലും ഒക്കെ അനുഭവിച്ച് ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ പവർ ടീമിന് ഇത്തവണ വീണ്ടും ജയിക്കാമായിരുന്നു. പക്ഷെ റസ്മിൻ ആയി കഴിഞ്ഞാലും ജിൻഡോ ആയി കഴിഞ്ഞാൽ ഈ ഒരു പവർ ടീമിന് വീണ്ടും അധികാരം കിട്ടരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു. അർജുന്റെ കാര്യം പിന്നെ എടുത്തു പറയണ്ടല്ലോ, ഒരു കുളം തോണ്ടി ഗെയിമാണ് അർജുൻ കളിച്ചുകൊണ്ടിരുന്നത് നെസ്റ്റിന്റെ കൂടി. അപ്പം അതായിരുന്നു ഈ ഒരു പവർ ടീം ഈ ആഴ്ച കുളം തോണ്ടിയത് ബേസിക്കലി അർജുനും റസ്മിനും ജിൻഡോയും തന്നെയാണ്. മൂന്ന് പേരുടെ ഒരു തോട്ട് പ്രോസസ് കുളം തോണ്ടണം എന്നുള്ളത് തന്നെയായിരുന്നു.